ഹായ് ഓൾ. അപ്പോൾ എനിക്ക് ഒരു ചെറിയ സന്തോഷം, ഒരു ചിന്ന സന്തോഷം അത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നല്ല, ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു മാത്സ് പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ, ഒരു ആപ്പ്. മാത്സ് പ്ലസ് എന്ന് പറയുന്നത് അത് അമ്മു സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു ജോബ് അറിവൊക്കെ തരുന്ന ഓൺലൈൻ ജോബ്സ് വർക്ക്സ് ഒക്കെ തരുന്ന വീഡിയോസ് ഉള്ള ഒരു ചാനലാണ് അമ്മു സ്റ്റോക്സ്. അതിലൂടെയാണ് ഞാൻ അമ്മു സ്റ്റോക്സ് വീഡിയോ ചെയ്തതിൽ നിന്നാണ് മാത്സ് പ്ലസ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. അതുപോലെ പലരും ഇടുന്ന ജോബ് ഏണിംഗ് ഓൺലൈൻ ജോബ്സിൻ്റെ വീഡിയോസ്, വെബ്സൈറ്റ്സിൻ്റെ ഒക്കെ വീഡിയോസ് പലരും ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കൂടുതൽ അമ്മു സ്റ്റോക്സ് കണ്ടിരിക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ അമ്മു സ്റ്റോക്സ് പറയുന്ന പലതും ഞാൻ ചെയ്യുന്നുണ്ട്. ചിലത് ഇട്ടേച്ച് പോയിട്ടുണ്ട്. നമുക്ക് കുറേ ആകുമ്പോഴേക്കും നമുക്ക് അത് അമ്മു സ്റ്റോക്സിൻ്റെ തെറ്റല്ല, നമ്മളത് കൃത്യമായി ചെയ്യണം. ക്ഷമയോടുകൂടി കൃത്യമായി നമ്മൾ അവർ പറയുന്ന ഇതിൽ തന്നെ ചെയ്താൽ, നമുക്ക് കൃത്യമായി ചെയ്താൽ നമുക്ക് പൈസ കിട്ടുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചില വെബ്സൈറ്റിൽ കയറാൻ പറ്റാത്തത് തോന്നും, പക്ഷേ ഇത് പറയാം. അപ്പോൾ മാത്സ് പ്ലസ് ഞാൻ ചെയ്തിരുന്നു കുറേ നാൾ. എൻ്റെ ഇതിന് മുന്നത്തെ ഫോണിൽ ആ ആപ്പ് ഉണ്ടായിരുന്നു, ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ കുറേ നാൾ മാത്സ് ഒക്കെ ചെയ്യുക കുറേ ഗോൾഡ് കോയിൻ ആകുമ്പോൾ അത് $1 അല്ല $1 ആവും. അങ്ങനെ എനിക്ക് $1.5 അങ്ങനെയൊക്കെ വന്നു, അത്രയൊക്കെ വന്നുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ പൈസയിലേക്കായി. അപ്പോൾ 168 രൂപയായി, 168 രൂപ. അപ്പോൾ അത് എടുക്കാനൊന്നും പറ്റില്ല. 210 മിനിമം എടുക്കാൻ പറ്റുള്ളൂ എന്ന് കാണിച്ചു. അപ്പോൾ ഞാൻ എന്നാവാനാണ്. അതായത് ആദ്യം അത് വന്നത് മറ്റേ ഇതിലായിരുന്നു, ഡോളറിൽ. പിന്നെ അത് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ടായി. അത് എന്ത് ചെയ്യും, പൈസ എടുക്കാൻ പറ്റുന്നില്ല. അത് നമ്മൾ പരസ്യം കാണുമ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ പരസ്യം കാണുക. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. പരസ്യം കാണുമ്പോൾ ആ പരസ്യത്തിലൂടെ നമുക്ക് ടിക്കറ്റ് കിട്ടും. ഓരോ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഓരോ ടിക്കറ്റിലും കണക്കുകൾ വരും. ആ കണക്ക് ചെയ്യുമ്പോൾ 20 കോയിൻ, 10 കോയിൻ അങ്ങനെയൊക്കെ കിട്ടും. അപ്പോൾ 20 കോയിനാണ് ഇപ്പോൾ കിട്ടുന്നത്, ഈ ഗോൾഡ് കോയിൻസ് 20. അപ്പോൾ അത് എല്ലാം കൂടി കിട്ടുമ്പോഴേക്കും നമുക്ക് എല്ലാ കോയിനും കൂടെ നമുക്ക് കിട്ടുമ്പോഴേക്കും നമുക്ക് ഇത് ഒരുമിച്ച് അത് കുറേ ആകുമ്പോഴേക്കാണ് നമുക്ക് ഡോളറിലേക്കോ നമ്മുടെ പൈസയിലേക്കോ കൺവേർട്ട് ആകുന്നത്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ പോലെ കുറേ ആയപ്പോഴേക്കും ഫോണിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ആപ്പ് കളഞ്ഞ്. അപ്പോൾ എനിക്ക് ക്ഷമ ആദ്യം ഒരു പരസ്യം കാണുമ്പോൾ 3 ടിക്കറ്റാണ് കിട്ടിക്കൊണ്ടിരുന്നത്, 3 പിന്നെ ആയപ്പോഴേക്കും അത് 2 ടിക്കറ്റായി. ഇപ്പോഴും 2 ഉള്ളൂ കിട്ടുന്നത്, 2 ടിക്കറ്റായി. അപ്പോൾ എനിക്ക് ഈ 2 ടിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് എത്ര അതിലൂടെ എത്ര ക്വസ്റ്റ്യൻ കിട്ടും, എത്ര കോയിൻ കിട്ടും എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ദേഷ്യം വന്നു. എനിക്കെന്തോ മടുപ്പ് തോന്നി. ഇതിലെല്ലാം ഒന്നും കിട്ടാൻ പോകില്ല. അമ്മു സ്റ്റോക്സിന് കിട്ടണ്ടായിരിക്കും അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഇത് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മളെല്ലാം ചെയ്ത് നമ്മളുള്ള സമയം പോകും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ കളഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഈ റീസെൻ്റ്ലി വേറെ 1-2 ആപ്പുകൾ, സ്റ്റാർ ക്ലിക്സ് ഒക്കെ കുറച്ച് നാൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ ചെയ്യുമ്പോൾ ഈ മാത്സ് പ്ലസ് ഒന്നും കൂടി ഒന്ന് നോക്കിയാലോ. അപ്പോൾ പഴയ അക്കൗണ്ട് തന്നെ തിരിച്ച് കിട്ടി. നമ്മുടെ പുതിയ ഫോണിൽ, ഇപ്പോൾ ഈ എടുക്കുന്ന ഫോണിൽ പഴയ അക്കൗണ്ട് തന്നെ തിരിച്ച് കിട്ടി. അപ്പോൾ അതിൽ പഴയ അക്കൗണ്ട് തിരിച്ച് കിട്ടിയപ്പോഴേക്കും അതിൽ ആ പൈസ അങ്ങനെ തന്നെ ഉണ്ട്, 168 രൂപ അങ്ങനെ തന്നെ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ വെറുതെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂല്ലെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് നോക്കിയപ്പോൾ നമുക്ക് 70 രൂപ തൊട്ട് 35 രൂപ തൊട്ട് വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 70 അല്ല 35 രൂപ ആയാൽ തന്നെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ 168 രൂപ. ഞാൻ എന്ത് ചെയ്ത് 140 രൂപ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കിടക്കുന്ന 70, 140. മാക്സിമം നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ 140 രൂപ ഞാൻ ഇങ്ങോട്ട് റിസീവ് ചെയ്തു. പിന്നെ ഒരു 28 അങ്ങോട്ട് അതിൽ കിടന്നു വെച്ചാൽ അത് തന്നെ 28 രൂപ അതിൽ കിടന്നു വെച്ചാൽ. അപ്പോൾ 140 രൂപ അങ്ങോട്ട് എടുത്ത്. അപ്പോൾ ഞാൻ അത് ആദ്യം പേപ്പാലാണ്, എനിക്ക് പേപ്പാലില്ല, പക്ഷേ ഏതിലേക്കോ ട്രാൻസ്ഫർ കൊടുത്തിട്ട് അത് ഓക്കെ ആവുന്നില്ല. ട്രാൻസ്ഫർ കൊടുത്തിട്ട് അത് എറർ കാണിച്ചു, എൻ്റെ വന്നില്ല. ഒരു ദിവസം 1.5 ദിവസമൊക്കെ അത് എറർ തന്നെ കാണിച്ചാൽ പൈസ തിരിച്ച് കയറി. നമ്മൾ ട്രാൻസ്ഫർ കൊടുത്തിട്ട് അത് തിരിച്ച് കയറി നമ്മുടെ അക്കൗണ്ടിൽ തന്നെ, നമ്മുടെ ഈ മാത്സ് പ്ലസിൻ്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ച് കയറി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓപ്ഷൻ UPI നമ്പർ എന്നുള്ളൊരു സംഭവമുണ്ട്, UPI അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു. അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ പൈസ ട്രാൻസ്ഫർ ആയി, പക്ഷെ പെൻഡിങ് കാണിക്കുക. നമ്മൾ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരാൻ പെൻഡിങ് ആയി, 140 രൂപ പെൻഡിങ് ആയി. പക്ഷേ ഏകദേശം 1 മണിക്കൂർ മുന്നേ ആ പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. വേറെ ഒന്നുമല്ല, 136 രൂപ വന്നുള്ളൂ. 4 രൂപ അവർ പിടിച്ചിട്ടുണ്ട് 140. അപ്പോൾ 140 ആണെങ്കിലും ഈ മണി ഏണിംഗ് വെബ്സൈറ്റിൽ ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ട് 140 രൂപയാണെങ്കിൽ പോലും ആ 140 ഞാൻ കണക്ക് ചെയ്ത് ആ ഒരു ആപ്പ് ചെയ്തിട്ട് കിട്ടി എന്നുള്ളത് സത്യം പറഞ്ഞാൽ തുള്ളിച്ചാടാൻ തോന്നി. ഇപ്പം ഞാനത് കിട്ടില്ല, അതൊക്കെ വന്നിട്ടുണ്ട്, അതൊന്നും കിട്ടാൻ പോകണമെന്ന് ഞാൻ വിചാരിച്ചു. എങ്ങനെയാണ് ഈ അമ്മു സ്റ്റോക്സിൽ ഇത് കിട്ടുന്നത്? അത് കിട്ടാതെ എന്തെങ്കിലും കാരണവശാൽ അത് അടഞ്ഞങ്ങനെ ഇരിക്കും, നമുക്ക് കിട്ടാൻ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാണ്ടല്ലോ പറയാൻ പറ്റില്ല, അത്ര സന്തോഷമായി എനിക്ക്, ഇനി പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ അത് സ്ക്രീൻ റെക്കോർഡൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ കാര്യം, നിങ്ങൾ അതിൽ തന്നെ ഇരിക്കണമെന്നല്ല, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാത്സ് പ്ലസ് ഈവൻ TV ഒക്കെ കാണുമ്പോൾ, TV കണ്ടുകൊണ്ടൊക്കെ ഇരിക്കില്ലേ, ആ സമയത്ത് വേണമെങ്കിൽ
ഇതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നോക്കാം. ഞാൻ അങ്ങനെ ടി വി കാണുമ്പോഴും വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് കുറേ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേയൊക്കെ ചെയ്ത് അന്ന് ചെയ്ത് വെച്ചതാണ്. ഇനി അത് കണ്ടിന്യൂസ്ലി ചെയ്യണം. ഇപ്പോൾ 28 രൂപയേ ഉള്ളൂ. ഇനി ഞാൻ ട്രൈ ചെയ്യും. പിന്നെ അത് കൂടാതെ മാത്സ് പ്ലസിൽ കുറേ ഓഫറുകളുള്ളത് എന്താണെന്ന് വെച്ചാൽ, സൈഡിൽ കൂടെ ഓഫറുകൾ എന്താണെന്ന് വെച്ചാൽ സർവേ അറ്റൻഡ് ചെയ്യാം. സർവേ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകണ്ടിട്ടാ, എൻ്റെയൊക്കെ നിന്ന് പോകുന്നുണ്ട്. സർവേ അറ്റൻഡ് ചെയ്യാം, അതുപോലെ തന്നെ സർവേ ചെയ്യാം. പിന്നെ വേറെ എന്തോ സംഭവം, വേറെ ഗെയിമുകൾ ചെയ്തിട്ട് കോയിൻ നേടാം. സർവേ ചെയ്താൽ ഒരുപാട് കോയിൻസ് ഒരുമിച്ച് കിട്ടും. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കോയിൻ കൂട്ടി പൈസയിലേക്ക് കൺവേർട്ടൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ $1 എന്ന് പറഞ്ഞാൽ ഏകദേശം 70 ചില്ലാൻ രൂപയാണ് $1. അപ്പോൾ കുറേ കോയിൻസ് കൂടി $1 ആകുമ്പോൾ തന്നെ 70 രൂപയായി. നമുക്ക് ചില സമയത്ത് ഒരു 100 രൂപ നമുക്ക് അത്യാവശ്യമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ സമയം കിട്ടുമ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യുക. ഇങ്ങനെ മണി ഏണിങ് ആപ്സ് കുറേ എണ്ണം നമ്മളാക്കി വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നുണ്ട് സ്റ്റാർ ക്ലിക്സ്. അത് സക്സസ് ആവാൻ പറ്റുവാണെങ്കിൽ, അതിൻ്റെ സക്സസ് ആവുകയാണെങ്കിൽ അതിനുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യും. നിങ്ങളെല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ. നിങ്ങൾ സമയമുള്ളവർ ട്രൈ ചെയ്യുക. അത് മാത്രം നോക്കിയിരുന്നാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല. എന്നാലും ട്രൈ ചെയ്യുക കേട്ടോ. എനിക്ക് ആദ്യമായിട്ട്, ഞാൻ കുറേ ആയി ട്രൈ ചെയ്യണത് ഈ മണി ഏണിങ് വെബ്സൈറ്റ്. ആദ്യമായിട്ട് ഒരെണ്ണം സക്സസ്, ഒരു 140 140 136 136 അത്ര രൂപ കയറിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം. ഇനി ഇങ്ങനെ കുറേ ആപ്സ് നോക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പറ്റുമെങ്കിൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ. നമുക്ക് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോ കാണാം. അപ്പോൾ ഇതിൻ്റെ ഹോം പേജാണ് കേട്ടോ ഇപ്പോൾ ആദ്യം കണ്ടത്. അതിൽ 28 രൂപ ബാലൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ റിസീവ് ചെയ്ത, എൻ്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 140 രൂപയുടെ തെളിവാണ് ഇവിടെ കാണുന്നത്. ആദ്യം 2 എണ്ണം ചെയ്തെങ്കിലും അത് ഓക്കെ ആയില്ല, എറർ കാണിച്ചു. തിരിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് തന്നെ പൈസ വന്നു. ഐ മീൻ മാത്സ് പ്ലസിൻ്റെ വാലറ്റിലേക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ UPI അഡ്രസ്സ് വെച്ച് നോക്കിയപ്പോഴാണ് അത് ഓക്കെ ആയത്. അപ്പോൾ മാത്സ് പ്ലസ് ആപ്പ് എടുത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യണതാണ്. അതിന് മുന്നേ എനിക്ക് ഈ മെസ്സേജ് വന്നു കേട്ടോ. ലാസ്റ്റ് മെസ്സേജ് കണ്ടോ, 136 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റഡ് ആയെന്ന് പറയുന്ന മെസ്സേജ് കണ്ടോ. അപ്പോൾ അത് കാണിച്ചതാണ്. ഇനി ഈ ആപ്പ് എടുക്കുന്നത് ഉപയോഗിക്കുന്നത് കാണിക്കാം. മാത്സ് പ്ലസ് എടുക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വരും. അപ്പോൾ ഇതിൽ ഈ ടിക്കറ്റ്സ് എന്ന് പറയുന്നത്, നമ്മൾ ടിക്കറ്റ് വേണം നമ്മളിത് ചെയ്യാൻ. അപ്പോൾ ഒരാട് കയറി വരും. ഒരാട് കണ്ടു കഴിയുമ്പോൾ 2 ടിക്കറ്റ് വരും കേട്ടോ. 2 ടിക്കറ്റ് വരും. എന്നിട്ട് ആ ടിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ഗെയിം കളിക്കും. ഗെയിം മീൻസ് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സിമ്പിൾ മാത്സ് ആണ്. അപ്പോൾ ആ സിമ്പിൾ മാത്സ് ഇതുപോലെ ചെയ്യുക. അപ്പോൾ അതിന് മുന്നേ ഒരു പരസ്യം വരും. ചില സമയത്ത് നമുക്ക് ഈ പരസ്യം ക്ലോസ് ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പോകും കേട്ടോ. അപ്പോൾ നമ്മളൊന്നുകൂടെ അങ്ങനെ ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ വേറൊന്നുമില്ല, ഇതിൽ നമ്മൾ മാത്സ് ചെയ്ത് ആണ് നമുക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്നത്. ഗോൾഡ് കോയിൻ എത്രയോ ആകുമ്പോഴാണ് നമുക്ക് അത് രൂപയിലേക്കോ അല്ലെങ്കിൽ ഡോളറിലേക്കോ ഒക്കെ കൺവേർട്ടഡ് ആകുന്നത്. പരസ്യമാണ് ഈ കയറി വന്നിരിക്കുന്നത് കേട്ടോ. പരസ്യം ഒന്ന് ഓടിച്ച് കളയാം, കുറേ നേരമുണ്ട്. അപ്പോൾ പരസ്യം വരും ഇടയ്ക്ക്. അതിനുശേഷം 2-3 ക്വസ്റ്റ്യൻസ് വരും. പിന്നെ നമുക്ക് കേട്ടോ ക്വസ്റ്റ്യൻ വരും. പിന്നെയും നമുക്ക് ഇത്തിരി ക്ഷമ വേണം. പിന്നെ നമുക്ക് ടിക്കറ്റ്സ്, അതായത് ഒരു പരസ്യം കണ്ടു കഴിയുമ്പോൾ ടിക്കറ്റ് 2 എണ്ണം വരും. ആ ടിക്കറ്റ് വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്കത് ചെയ്യാം. ചില സമയത്ത് അടുപ്പിച്ച് 3-4 ക്വസ്റ്റ്യൻ ഒരുമിച്ച് വരും മാത്സ് പ്ലസ്സിൽ കേട്ടോ. ഐ മീൻ മാത്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ നമുക്ക് മടുക്കുമായിരിക്കാം. പക്ഷെ ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടാണ് എനിക്ക് 168 രൂപയാണെങ്കിൽ കൂടിയും ഒരു ആപ്പ് മുഖേന കിട്ടിയത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. ഇതിൻ്റെ പരസ്യം കഴിയാതെ എനിക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത് തന്നെ പല രീതിക്ക് നമുക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാം. അതിന് സർവേകളുണ്ട്, പലതരം സർവേ അറ്റൻഡ് ചെയ്യാം. അതുപോലെ ഗെയിമുകൾ കളിക്കുമ്പോൾ കോയിൻസ് കിട്ടും. അത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും കേട്ടോ ഗെയിംസ് കളിക്കുമ്പോൾ കിട്ടുന്ന കോയിൻ. പിന്നെ അത് ഇത്രയും പൈസയുടെ ഇത് വെറുതെ കാണിക്കുന്നതാണ്. കോയിൻസ് കിട്ടും. ടോട്ടൽ കോയിൻസിലേക്ക് കുറച്ച് കോയിൻസ് ആഡ് ചെയ്ത് വരും ഗെയിം കളിക്കുമ്പോൾ. ഇത് പുതിയ ഫോണിലേക്കാണ് ഞാൻ ഈ ആപ്പ് രണ്ടാമത്തെ റീഇൻസ്റ്റാൾ ചെയ്തപ്പോഴേക്കും എൻ്റെ പഴയ അക്കൗണ്ട് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ ആ പൈസയൊക്കെ അതിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന്